Good morning all. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രാവിറ്റി ഡാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വാട്ട് ഈസ് എ ഡാം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാം എന്നിവ കണ്ടു, ആൻഡ് ഈവൻ ഹൗ ടു സെലക്ട് ദ സൈറ്റ് ഫോർ എ ഡാം ഇതും കണ്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് എ ഗ്രാവിറ്റി ഡാം ആൻഡ് വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ഡാം. ഇത് രണ്ടും ആയിരിക്കും ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So, what do you mean by a gravity dam? എന്താണ് gravity dam? So, it is a structure which is designed in such a way that its own weight resists external force. Its own weight resists external force. Okay. So, what are those external forces? എന്തൊക്കെയാണ് ആ external force ഒരു ഡാമിന് against ഉണ്ടാവുക? Like water pressure, right? Then silt pressure. Then uplift pressure. ഇതൊക്കെയാണ് ഒരു ഡാമിൻ്റെ അകത്ത് വരുന്ന എക്സ്റ്റേണൽ പ്രഷർ. ഈ പ്രഷർ അതിൻ്റെ ആ ഡാമിൻ്റെ സ്ട്രക്ചറിൻ്റെ വെയിറ്റ് കാരണം റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ദ ഡാം ആസ് എ ഗ്രാവിറ്റി ഡാം. Okay, this structure mostly in the most case it will be made up of concrete or masonry. Okay, so this will be solid and durable and it will require less maintenance compared to earthen dam, compared to rockfill dam. The structure will be always solid കാരണം കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണ്. സോ ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ വെൻ കമ്പയറിംഗ് വിത്ത് earthen dam and rockfill dam. അതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്. ഓക്കെ, നൗ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ മെയിൻ ഫോഴ്സസ് ദാറ്റ് വിൽ ബി ആക്ടിങ് ഓൺ എ ഗ്രാവിറ്റി ഡാം, ആൻഡ് ദോസ് ഫോഴ്സസ് ആർ വാട്ടർ പ്രഷർ, അപ്ലിഫ്റ്റ് പ്രഷർ, earthquake പ്രഷർ, സിൽറ്റ് പ്രഷർ, വേവ് പ്രഷർ, ഐസ് പ്രഷർ ആൻഡ് വെയിറ്റ് ഓഫ് ദ ഡാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ഗ്രാവിറ്റി dam prefer ചെയ്യുക? whenever we need a strong and stable dam than the earthen dams, we prefer a gravity dam. Okay, അപ്പോൾ ഒരു സ്റ്റീപ്പ് ഗോർജസിലൊക്കെ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും നമ്മൾ ഗ്രാവിറ്റി ഡാം പ്രിഫർ ചെയ്യും. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? മോർ കോൺക്രീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും, വിച്ച് വിൽ നോട്ട് സ്ലിപ്പ് അവേ ഫ്രം ദി ലൊക്കേഷൻ. ഓക്കെ, ഇനി ഇതേ സംഭവം നമുക്ക് ചില പ്ലേസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു earthen ഡാം അല്ലെങ്കിൽ ഒരു ആർച്ച് ഡാം ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ വാട്ടർ വിൽ നോട്ട് ഫ്ലോ ഓവർഫ്ലോ ഓവർ ദി ഡാം. നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, earthen ഡാമിന്റെ മുകളിലേക്ക് ഒരിക്കലും വാട്ടർ ഓവർഫ്ലോ ചെയ്ത് വരാൻ പാടില്ല. what will happen? The earthen dam will be washed away. Similarly, in the case of ആർച്ച് ഡാം, അപ്പോൾ നമുക്ക് ആർച്ച് ഡാമിന്റെ കേസിലും ഓവർഫ്ലോ സംഭവിക്കാൻ പാടില്ല. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ആ രണ്ട് സ്ട്രക്ചറിനെ കൂടാതെ ഇൻ അഡീഷൻ ടു ദാറ്റ് റിസർവോയർ വിൽ ബി ഹാവിങ് ആൻ അഡീഷണൽ ഡാം, ഒരു സ്ട്രക്ചറും കൂടി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇടുക്കി ആർച്ച് ഡാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഇടുക്കി ആർച്ച് ഡാമിൽ ആ റിസർവോയറിൽ അധികം വെള്ളം വരുമ്പോൾ ദ സേഫ് ഡിസ്പോസൽ ഓഫ് വാട്ടർ ഹാപ്പൻസ് ഇൻ ചെറുതോണി ഡാം. അപ്പം അതൊരു ഗ്രാവിറ്റി ഡാമാണ്. അതിന്റെ മുകളിലേക്കൂടെയുള്ള സ്പിൽവേസിലേക്കൂടെ ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്? എക്സസ് വാട്ടർ വിൽ ബി സേഫ്ലി ഡിസ്പോസ്ഡ്. ഓക്കെ, സോ ആ പേർപ്പസിനും ഗ്രാവിറ്റി ഡാമിന്റെ മുകളിൽ എപ്പോഴും നമുക്ക് സ്പിൽവേ ക്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഓഫ് എനി ഹൈറ്റ്. നമുക്ക് ഏത് ഹൈറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രാവിറ്റി ഡാം എന്താ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. Now the height of the earthen dam will be usually limited by the stability of slope. ആ ഒരു സിറ്റുവേഷൻ ഒന്നും എന്തിന്റെ കേസിൽ വരില്ല? ഗ്രാവിറ്റി ഡാമിന്റെ കേസിൽ വരില്ല. ആൻഡ് ഹയസ്റ്റ് ഡാം, വേൾഡിലെ ഏറ്റവും വലിയ ഡാമും ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഓഫ് ഗ്രാവിറ്റി ഡാം. ഓക്കെ, ഇനി suppose failure of earthen dam happens by wash away, അല്ലെങ്കിൽ slopes is not that much okay for a earthen dam to build up. അത്തരം കേസിലൊക്കെ whenever there is a heavy downpour, അത്തരം സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രാവിറ്റി ഡാം ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് റിക്വയർസ് വെരി ലെസ് മെയിൻ്റെനൻസ്. ഇനി ഒരു earthen dam ഒക്കെ ഫെയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് തന്നെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വാഷ് അവേ, സഡൻ ഫെയിലിയർ ഓഫ് earthen dam ആണ് സംഭവിക്കുക. നേരെ മറിച്ച് ഗ്രാവിറ്റി ഡാമിന്റെ കേസിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സഡൻ ഫെയിലിയർ സംഭവിക്കില്ല. നമുക്ക് ഇനഫ് വാർണിംഗ് അല്ലെങ്കിൽ സിംറ്റംസ് അല്ലെങ്കിൽ വാർണിംഗ് അലാംസ് ആ കോൺക്രീറ്റ് ഡാം എപ്പോഴും നമുക്ക് തന്നിട്ടുണ്ടാകും. സോ വി ക്യാൻ ടേക്ക് ദ പ്രിക്കോഷൻസ് ആൾസോ. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഏതൊരു ഡാമിന്റെ കേസിലാണെങ്കിലും ഓൾവേസ് ദർ വിൽ ബി ഹൈ ഡെപ്പോസിറ്റ് ഓഫ് സിൽസ്. അപ്പൊ ഈ സിൽസ് റിമൂവ് ചെയ്യാൻ ഒരു earthen ഡാമിലും റോക്ക്ഫിൽ ഡാമിലും നമുക്ക് അത് റിമൂവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. നേരെ മറിച്ച് ഒരു ഗ്രാവിറ്റി ഡാമിലാണെങ്കിൽ വി ക്യാൻ
built up deep set sluices. നമുക്ക് അതിൻ്റെ അകത്ത് പല ഹൈറ്റിൽ പല ലെവലിൽ നമുക്ക് സ്ലൂയിസ് ബിൽട്ടപ്പ് ചെയ്യാൻ പറ്റും. ആ സ്ലൂയിസ് വഴി എന്ത് ചെയ്യാൻ പറ്റും? whenever the silt deposit goes beyond the dead storage, we can remove it safely to the downstream side. അപ്പോൾ അത്തരത്തിലും ഗ്രാവിറ്റി ഡാം ബെനിഫിഷ്യൽ ആണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ഡാം, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഫോഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ പ്രഷർ. ഒരു ഡാമിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും വലിയ മേജർ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് വാട്ടർ പ്രഷർ. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ വാട്ടർ പ്രഷർ, ഒരു ഡാമിൻ്റെ അകത്തേക്ക് വാട്ടർ പ്രഷർ വിൽ ബി ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ദിസ് ഷുഡ് ബി കൗണ്ടർ ബാലൻസ് ബൈ ദി വെയിറ്റ് ഓഫ് ദി ഡാം. അപ്പോൾ നമുക്കിവിടെ മൂന്ന് സിറ്റുവേഷൻസ് എടുക്കാം. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ whenever the dam profile is purely triangular. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഡാംസ് വരുവാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ whenever the upstream phase of the dam is slightly inclined. ഓക്കെ, ഇത് രണ്ടാമത്തെ സിറ്റുവേഷൻ. ഒന്നാമത്തെ സിറ്റുവേഷൻ ഇത്. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഈ അപ്സ്ട്രീം പോർഷനിൽ ഒരു സ്ലൈറ്റ് ഇൻക്ലിനേഷൻ ഡാമിന്റെ അപ്സ്ട്രീം ഫേസിൽ, വെർട്ടിക്കൽ ഫേസിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ സിറ്റുവേഷൻ ഇതേ ഡാമിൽ വി ബീറ്റ് ഓഫ് vertical phase or inclined phase, ഇതിന്റെ downstream portionൽ we have a tail water. Okay, ആ tail water ഉണ്ടെങ്കിൽ what happens, ഈ ഒരു പോർഷനിലേക്ക് we will be having water on its surface. Okay, ഈ മൂന്ന് സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ഈ മൂന്ന് സിറ്റുവേഷൻ ആയാലും നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന റൂള് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ റൂൾ ആണ്. ബേസിക് ഇക്വേഷൻ P is equal to rho g a h bar അല്ലെങ്കിൽ ഗാമ a h bar. അതുമല്ലെങ്കിൽ ഗാമയ്ക്ക് പകരം നമുക്ക് ചിലവർ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ഒമേഗ a h bar. ഓക്കെ, ഇത് തന്നെ വീണ്ടും യൂണിറ്റ് ഏരിയ എന്നുള്ളൊരു രീതിയിലേക്ക് പോകുമ്പോഴേക്കും ഒമേഗ h bar ആ രീതിയിൽ വരും. സോ ഞാൻ ഫസ്റ്റ് സിറ്റുവേഷൻ എടുക്കുവാണ്. when the upstream phase is completely vertical. when the upstream phase is completely vertical. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോഴേക്കും what will be the intensity of water pressure at the top of the surface? ഈ ഒരു ടോപ്പിൽ ഉണ്ടാവുന്ന intensity of water pressure will be 0. P equal to omega h. This will be equal to height will be. That means നമുക്ക് water pressure അറിയാം. What will be the water pressure of water in a device? It will be the height of the water above that point. അപ്പോൾ ഈ ഒരു പോയിന്റ് മുകളിലേക്കുള്ള water ഉണ്ടോ? ഇല്ല. So the pressure will be 0 at the top. So what will be happening at the base? ഈ ഒരു height, if this height is h, the pressure at the base will be equal to omega h. Okay, so see here, the intensity is 0 at the water surface and equal to omega h at the base. Okay, so the resultant pressure, resultant force due to this external water, complete resultant force എത്രയായിരിക്കും? P is equal to half omega h square. Basic ഒരു triangular shape എടുക്കുക. So calculate it. So this will be becoming P equal to half omega h square, and this will be acting at a distance of h by 3 from base. Okay, triangular shape in the center of gravity portion, h by 3 from the base. In second one എന്താണ്? Whenever the, so this is how a vertical upstream phase looks like, and this is how it should be represented. Okay, നമ്മുടെ pressure force represent ചെയ്യുന്നത് from 0 to omega h, and the resultant force will be acting at a half omega h square at a distance of h by 3 from the base. ഇനി second situation എടുക്കാം. when the upstream phase is partially vertical and partially inclined. അതായത് നമ്മൾ ആദ്യത്തെ ഫിഗർ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഫിഗർ, partially inclined and partially vertical. ആ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ. Okay, so here we will be having two components. One is the horizontal component, the other one is the vertical component. For horizontal component, as usual നമ്മൾ എങ്ങനെയാ calculate ചെയ്യുന്നത്? അതേപോലെ the horizontal component will be equal to half omega h square. Okay, and the vertical component എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു inclined portionന്റെ മുകളിലോട്ട്, നമുക്ക് ഡാമിന്റെ ഈ ഒരു inclined portion ഉണ്ടല്ലോ, ഈ ഒരു inclined portionന്റെ മുകളിലോട്ട് water ഉണ്ടാവും. So due to this water, ഈ ഇത്രയും portionലെ water, the weight of the water will be acting as the vertical component of the force. Okay, so directly calculate the weight of this much amount of water, that will represent the vertical component of the force.
Okay, so the vertical component will be due to the weight of the water supported by the inclined face. ഈ ഒരു inclined face ന്റെ മുകളിലേക്ക് വരുന്ന വാട്ടറിന്റെ വെയിറ്റ് കൊണ്ട് മാത്രമായിരിക്കും vertical component ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഈ P3 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന പോർഷൻ, ആ പോർഷന്റെ വെയിറ്റ് ഓഫ് വാട്ടർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So that is about the second situation. Okay, so see here, pH will be represented as half omega h square and PV will be represented as the vertical component. Okay, and the third situation, whenever there is a tailwater of H dash on the downstream side. Same, നമ്മൾ ആദ്യത്തെ കേസിൽ vertical component, vertical surface ൽ നമ്മൾ triangular shape എടുത്തു. അതേ situation ആണ് ഇവിടെ tailwater ൽ water ഉണ്ടെങ്കിൽ. Suppose this is the end portion of the dam. Okay, ഡാമിന്റെ end portion ആണിത്. ഇതിന്റെ മുകളിലേക്ക് tailwater വരുന്നു പറയുമ്പോൾ ഇത്രയും പോർഷനിലേക്ക് water will be there. So the same, how to represent it? This represent, നമുക്ക് ഈ ഒരു പോർഷന്റെ എന്ത് സംഭവിക്കും? P vertical ഉണ്ടാവും, ഈ ഒരു പോർഷന്റെ എന്തുണ്ടാവും? P horizontal ഉണ്ടാവും. ഓക്കെ, സോ P horizontal നമുക്കറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. P horizontal will be equal to half omega h square ആണ്. ഇവിടെ h square ന് പകരം നമ്മുടെ ഹൈറ്റ് എത്രയാണ്? h dash ആണ്. സോ h dash square. P vertical എന്ന് പറഞ്ഞാൽ weight of the particle. So weight of the fluid particle of h dash. Again ഈ ഒരു പോർഷന്റെ weight of water ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So that is about water pressure. ഏറ്റവും വലിയ major pressure, major external force acting on the dam ആണ്. ഇനി രണ്ടാമത്തതാണ് weight of the dam. Okay, so weight of the dam body and its foundation. അത് രണ്ടും ഈ water pressure against act ചെയ്യുന്ന resisting force ആണ്. Okay, ആ water pressure counterbalance ചെയ്യുന്ന resisting force ആണ് weight of dam. ആ weight of dam ൽ ഏതൊക്കെ include ചെയ്യും? Total dam bodyയുടെ വെയിറ്റും ഫൗണ്ടേഷന്റെ വെയിറ്റ് അടക്കമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? weight of the dam കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? The cross section will be divided into rectangles and triangles and then we will calculate the resultant downward force. ആ രീതിയിലാണ് ടോട്ടൽ weight of the dam എടുക്കുക. നമ്മൾ എന്ത് ചെയ്യും? ടു ഡയമെൻഷണൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ലെങ്ത് ഓഫ് ദ ഡാം യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും, യൂണിറ്റ് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ടാണ് ഈ ടോട്ടൽ വെയിറ്റ് ബൈ കട്ടിങ് ഓൾ ദ സെക്ഷൻസ് ഇൻ ടു റെക്ടാങ്കിൾസ് ആൻഡ് പ്രോപ്പർ ട്രയാങ്കിൾസ് ആൻഡ് റെക്ടാങ്കിൾസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് വിൽ ബി കാൽക്കുലേറ്റഡ്. നമ്മൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമുക്കറിയാം ഈ ഒരു പാർട്ട് സിയിലേക്ക് എത്രമാത്രം മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. Then third one is the uplift pressure. uplift pressure കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം ഏതൊരു സ്ട്രക്ചറിന്റെ അടിയിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലം ആണ് വാട്ടർ സീപ്പേജ്. അപ്പോൾ നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രിസ്ക്രിപ്റ്റ് തിയറിയും സീപ്പേജ് അനാലിസിസ് ഒക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫെയിലിയർ ഓഫ് വയർസ് ആൻഡ് ബാരേജസ് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഡാമിന്റെ സിറ്റുവേഷനിലായാലും whenever the structure is built up, beneath the portion the water seeps. Okay, the water seeps through the pores and fissures of the foundation material and water seeps through the dam of the body. Okay, അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ this will exert a pressure against the base of the dam. ഡാമിന്റെ ബേസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കും? ദിസ് വിൽ എക്സേർട്ട് ആൻഡ് അപ്ലിഫ്റ്റ് പ്രഷർ. അപ്പോൾ ഇത്തരത്തിൽ അപ്ലിഫ്റ്റ് പ്രഷർ മുകളിലോട്ട് ആക്ട് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദി എഫക്റ്റീവ് ഡൗൺവേർഡ് ഫോഴ്സ്. വാട്ട് ഈസ് ദ ഡൗൺവേർഡ് ഫോഴ്സ് ആക്ടിങ് ഓവർ ഹിയർ? വെയിറ്റ് ഓഫ് ദ ഡാം. അത് കുറയും അല്ലെ? അപ്പോൾ താഴോട്ട് പോകുന്ന ഫോഴ്സ്, ഈ ഒരു ഫോഴ്സ് കൂടി കഴിഞ്ഞാലേ ദിസ് വിൽ ആക്ട് അഗെയിൻസ്റ്റ് ദ വാട്ടർ പ്രഷർ. നമ്മുടെ വെയിറ്റ് ഓഫ് ദ ഡാം വിൽ ആക്ട് അഗെയിൻസ്റ്റ് ദ വാട്ടർ പ്രഷർ. ആൻഡ് ഹിയർ ഓൾസോ ഈ അപ്ലിഫ്റ്റ് പ്രഷറിന് അഗെയിൻസ്റ്റും ആക്ട് ചെയ്യും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ അപ്ലിഫ്റ്റ് പ്രഷർ മുകളിലോട്ട് വരുമ്പോഴേക്കും അത്രമാത്രം റിഡക്ഷൻ ഈ വെയിറ്റിൽ ഇവിടെ തന്നെ സംഭവിക്കും. സോ ദിസ് വിൽ അഫക്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഡാം. ഓക്കെ, ദിസ് വിൽ അഫക്ട് ദി സ്റ്റെബിലിറ്റി ഓഫ് ദ ഡാം. അപ്പോൾ അപ്ലിഫ്റ്റ് പ്രഷർ നമ്മൾ എപ്പോഴും നമ്മുടെ ഡിസൈനിൽ കൺസിഡർ ചെയ്യേണ്ടതാണ്. ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഫൈനലൈസിങ് അപ്ലിഫ്റ്റ് പ്രഷർ. രണ്ട് സ്കൂൾസ് ഓഫ് തോട്ട് തന്നെ ഉണ്ട് എന്ന് പറയും. ഒരു കൂട്ടർ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 1/3 of the total base should be considered by designing the uplift pressure. The other school of thought under Tersagi, they decide to set the design criteria that uplift pressure will be affected to the total base of the dam. അപ്പോൾ അത്തരത്തിൽ രണ്ട് രീതിയിലൊക്കെ ഇത് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അതിനെ കുറച്ച് കൂടുതലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ഡിസൈനിൽ വരുമ്പോഴേക്കും നമ്മൾ എപ്പോഴും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഫോഴ്സസ് ഏതൊക്കെയാണ്? വൺ ഇസ് ദ വാട്ടർ പ്രഷർ, ദ അതർ വൺ ഇസ് ദ വെയിറ്റ് ഓഫ് ദ ഡാം, ദ തേർഡ് വൺ ഇസ് ദി അപ്ലിഫ്റ്റ് പ്രഷർ. അപ്പോൾ അപ്ലിഫ്റ്റ് പ്രഷർ എങ്ങനെയായിരിക്കും ഉണ്ടാവാന്ന് നിങ്ങൾക്കറിയാം. സപ്പോസ് ദിസ് ഈസ് ദ വാട്ടർ ഹൈറ്റ്, സോ the uplift pressure will be acting like this, which will be decreasing towards the tail race. Okay,
അതായത് ടോട്ടൽ വെയിറ്റ് എത്രയാണ്, ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ വാട്ടർ എത്രയാണോ അത്ര തന്നെ equivalent water pressure, uplift pressure will be acting upward at this upstream phase, and which will be slowly in a linear way it will be decreasing to the tail race. So this can be controlled by constructing weight of walls at the upstream phase and by providing galleries and drainage channels between the dam and the foundation. And in addition to that, pressure grouting can be done to the dam. ഓക്കെ, ഈ ഒരു മെത്തേഡൊക്കെയാണ് മിക്കവാറും കേസിൽ നമ്മുടെ ഈ ഒരു എന്താ മുല്ലപ്പെരിയാർ ഡാമിലൊക്കെ ഗ്രൗട്ടിംഗ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ലൈഫ് സ്പാൻ കൂട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പ്രഷർ ഡ്യൂ ടു earthquake. So earthquake will produce primary, secondary, and rarely and even love waves in the earth crust. Okay, and these accelerations or these waves accelerate to the foundation of the dam. These waves, earthquake waves, this will move or accelerate to the foundation of the dam. അപ്പോൾ ഒരു ഡാം ഫെയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് as per the movement of the earthquake waves, this dam also has to, the structure, the foundation of the dam also has to move along with this acceleration. Okay, അപ്പോൾ ഒരു earthquake waveനെ it doesn't have any particular direction, it can move in any direction, be it horizontal, vertical or any other third dimension, third direction. But നമ്മളിവിടെ acceleration, for the easiness of the study, we are splitting into two components, horizontal and vertical acceleration, where horizontal acceleration alpha h is equal to alpha unit acceleration into g, and vertical acceleration is equal to unit acceleration into g in vertical direction. Okay, അപ്പോൾ ഈ രീതിയിൽ രണ്ട് ആക്സിലറേഷൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ രണ്ട് മൂന്ന് മെത്തേഡ്സ് ഉണ്ട് ഇതിൻ്റെ സെസ്മിക് അനാലിസിസ്, സ്റ്റെബിലിറ്റി അനാലിസിസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വി ഹാവ് സെസ്മിക് കോഎഫിഷ്യന്റ് മെത്തേഡ് ഓർ റെസ്പോൺസ് സ്പെക്ട്രം മെത്തേഡ്. ആസ് പെർ യൂസിങ് ദീസ് ടു അനാലിസിസ് they calculate the horizontal acceleration and vertical acceleration and what is the minimum specific seismic coefficient to avoid these accelerations. Okay, അപ്പോൾ ഈ ഒരു acceleration, what happens whenever the horizontal acceleration comes, this will affect the inertia force of the dam and hydrodynamic force of the dam. Inertia force of the dam and hydrodynamic pressure of the water. And when it comes to vertical acceleration, this will affect the upward movement, upward weight of the dam, this will affect the and the weight of the dam, including the dam and the water, either in the upward direction or in the downward direction. അപ്പോൾ weight കൂടാനോ കുറയാനോ ഉള്ള ചാൻസ് vertical acceleration വഴി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ ആൽഫ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാ ഡാം സോൺസിനും നമ്മൾ 4 സെസ്മിക് സോൺസിലേക്കാണ് പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, initially it was 5 zones, later this was again redefined into 4 zones. Okay, now the fifth force acting on the dam is ice pressure. ഇത് especially cold countries ലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. നേരെ മറിച്ച് നോർമൽ ഇന്ത്യൻ കണ്ടീഷനിലൊക്കെ ഇത് അധികം യൂസ് ചെയ്യേണ്ടി വരാറില്ല. ഇപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഒരു cold countryയിൽ വരുമ്പോഴേക്കും what will happen in the reservoir at the top, there will be ice formation. അപ്പോൾ ഈ ഒരു ice, this will have a tendency to expand whenever the coldness increases, and this will be having a tendency to contract during the temperature variation. Okay, അപ്പോൾ ഈ ഒരു രീതിയിൽ എക്സ്പാൻഷനും നടക്കാം, കോൺട്രാക്ഷനും നടക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു പാരാമീറ്റർ ആണ്, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. This will be 5 times of that of concrete. Iceന്റെ coefficient of thermal expansion, this will be 5 times of thermal expansion of concrete. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട important pressure parameter ആണ്. This will have ഈ ഒരു pressure, this will be have to be resisted by the dam phase. Okay, so typically we will take the magnitude of this force as 250 to 1500 kilonewton per meter square. Now the next one is wave pressure. So wave pressure, this will be acting on the reservoir surface. Okay, whenever the winds blow in a very high speed, and this can be calculated as HW equal to 0.0322 into root V into F plus 0.001
763 minus 0.271 into F power 1 by 4 for F less than 32 kilometer. Now if F is greater than 32 kilometer, you can use this first part only. That means 0.0322 into root of Vf, where Hw is the wave height, V is the wind velocity, and F is the fetch of water expands in kilometer. Once നമ്മൾ ഈ ഒരു വേവ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ പ്രഷർ ഈസ് ടേക്കൺ ആസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ഒമേഗ HW സ്ക്വയർ. ഈ രീതിയിലാണ് ഒരു വേവ് പ്രഷറിന്റെ ടോട്ടൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് വിൽ ബി ദ മാക്സിമം യൂണിറ്റ് പ്രഷർ വിൽ ബി ആക്ടിംഗ് അറ്റ് എ ഹൈറ്റ് ഓഫ് 1/8 HW above still water surface. So this is all about wave pressure. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള pressure ആണ് silt pressure. So if H is the height of silt deposited, okay, then the force exerted by that H height of silt will be represented by half gamma submerged unit weight of silt into H square into 1 minus sin phi by 1 plus sin phi, where phi is the angle of internal friction. Okay, നമുക്ക് Rankins formula വെച്ചിട്ട് silt pressure directly calculate ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫേസ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ രണ്ടും രണ്ട് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇഫ് ദ അപ്സ്ട്രീം ഫേസ് ഈസ് ഇൻക്ലൈൻഡ്, ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു ഇൻക്ലൈൻഡ് ഫേസിന്റെ മുകളിൽ സിൽറ്റ് ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ ദിസ് വിൽ ആക്ട് ആസ് എ വെർട്ടിക്കൽ വെയിറ്റ് ഓഫ് സിൽറ്റ്. Okay, now the last one is wind pressure. Wind pressure നമ്മൾ generally consider ചെയ്യാറില്ല. Whenever we have to consider, we will take it normally as 1 to 1.5 kilonewton per meter square. Okay, so these are all about 8 forces acting against a dam or acting on a dam against എന്ന് പറയാൻ പറ്റില്ല, കാരണം weight of the dam അടക്കം നമ്മൾ പറയുന്നുണ്ട്. So that these are all the forces that are acting on a gravity dam. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇതൊരു 10 marks question ആണ്. ഡയറക്ട്ലി നിങ്ങളോട് explain the different forces acting on a dam എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ explain specifically നിങ്ങളോട് silt pressure, uplift pressure, then weight of the dam and വാട്ടർ പ്രഷർ അങ്ങനെ എടുത്ത് ചോദിക്കാം. അതല്ലെങ്കിൽ എർത്ത് പ്രഷർ എടുത്ത് ചോദിക്കാം. അതൊക്കെ ചോദിക്കുമ്പോൾ ഒരു 3-4 മാർക്സിനായിരിക്കും ചോദിക്കുക, എടുത്ത് ഇൻഡിവിജ്വലി ചോദിക്കുമ്പോൾ. അതല്ലെങ്കിൽ ഇൻ ടോട്ടൽ 10 മാർക്സിനായിട്ട് ചോദിക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡ്സ് ഓഫ് ഫെയിലിയേഴ്സ് ഓഫ് ഗ്രാവിറ്റി ഡാം. ഓക്കെ, അപ്പോൾ 4 മോഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.